അപ്പോൾ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഞാൻ എന്തൊക്കെയാണ് രാവിലെ കഴിക്കാനും ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെയാണ് ഞാൻ ഇന്ന് പാചകം ചെയ്തതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം രാവിലെ ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഉപ്പുമാവായിരുന്നു കേട്ടോ. അതിനായിട്ട് രാവിലെ തന്നെ ഞാൻ തവ വെച്ചു, അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുകിട്ടു. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ പെട്ടെന്ന് ഇച്ചിരി ഒന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റ് നമ്മളാണല്ലോ ചെയ്യുന്നത്. പിന്നെ മുളക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ. പച്ചമുളക്, വറ്റൽമുളക്, പിന്നെ സവാള ഇത്രയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നേ. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നവരുമുണ്ട്, ഇഞ്ചി ഒക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇഞ്ചിയൊക്കെ ഇവിടെ മക്കൾ കഴിക്കില്ല. അപ്പോൾ ക്യാരറ്റ് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ക്യാരറ്റ് ഇട്ടേനെ. എന്നിട്ട് അതൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ പച്ചവെള്ളം ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പും കൂടി ഒഴിക്കാം. ഉപ്പിട്ടിട്ട് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് അത് നന്നായിട്ടൊന്നും ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ റവ ഇട്ടു കേട്ടോ. റവ വറുത്ത റവയായിരുന്നേ. അപ്പം ഇത് ഇച്ചിരി കൂടുതൽ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. കാരണം പക്ഷേ ഇവിടെ ഞാനും ചൈത്ര ഇത് കഴിക്കത്തുള്ളൂ, മിത്ര കഴിക്കത്തില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഉപ്പുമാവും ചൂട് ചായയുമായിരുന്നു. അപ്പോൾ അവിടെ പാവയ്ക്ക ഇരിക്കുന്നത് എന്താ അറിയോ, ഉച്ചക്കത്തേക്ക് കരുതി ഞാൻ വെച്ചിരിക്കുന്നതാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഉച്ചക്കത്തേക്കുള്ള കാര്യം ചെയ്യാനായിട്ട്. അങ്ങനെ ഉപ്പുമാവ് കഴിക്കാനായിട്ട് പോയി. അതിനുശേഷം ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കയാണ്. അപ്പോൾ അടുത്ത് മിത്ര നിൽപ്പുണ്ടായിരുന്നു. മിത്രയോട് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ പാവയ്ക്ക കയ്പില്ല, അതിനകത്ത് കുരു വരെ ഇട്ടാലും നമുക്ക് കയ്പില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ നേരത്തെ ഇതിൻ്റെ പാവയ്ക്ക തന്നെ നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അറിയാമായിരുന്നു കയ്പില്ലെന്ന്. അപ്പോൾ ഞാൻ പാവയ്ക്ക നന്നായിട്ടങ്ങ് അരിഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ അടുത്ത് മിത്ര നിന്ന് ഇങ്ങനെ ഞാനും പറഞ്ഞു ഇച്ചിരി നാരങ്ങ വെള്ളം എനിക്ക് വേണം. അപ്പോൾ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു, അവൾ എനിക്കും അവൾക്കൊണ്ടായിട്ട് 2 ഗ്ലാസ്സിലായിട്ട് എടുത്തു. അപ്പം എനിക്ക് ഇട്ടതിനകത്ത് ഇച്ചിരി മധുരം, അവൾ ഉപ്പ് വേണോ മധുരം വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുടിച്ച് നോക്കിയപ്പം ചെറുതായിട്ട് ഒരു ടേസ്റ്റില്ല. ചെറുതായിട്ടല്ല, അത് പിന്നെ അവളുണ്ടാക്കി തന്നല്ല ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഡ്രസ്സ് ഇട്ടിട്ടില്ല കേട്ടോ. ഡ്രസ്സ് ഇട്ടില്ലെന്ന് മേളുടെ ഡ്രസ്സ് ഇട്ടിട്ടില്ല, ചൂടായതുകൊണ്ട് കുഞ്ഞല്ലേ, അപ്പോൾ ഊരി വെക്കും. അങ്ങനെ എന്നോട് പറഞ്ഞാൽ എനിക്ക് അപ്പുറത്തോട്ട് പോകണം, വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വീഡിയോ ഓഫ് ചെയ്തു, കാരണം ഡ്രസ്സ് ഇല്ലാതെ കാണുന്നത് ശരിയല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാവയ്ക്കയും സവാളയും കൂടി ഇട്ട് മെഴുക്ക് പുരട്ടി വെച്ചു. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 2-3 കറികളാണ് ഉണ്ടാക്കി. വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മേടിക്കാതെ എങ്ങനെ വെക്കാമെന്നുള്ളത്. അതിനുശേഷം ഞാൻ ഈ കടുക് പൊട്ടിക്കുന്നത് എന്തിനാണെന്നല്ലേ അത് പറയാം. നമുക്ക് നല്ല ഒന്നാന്തരം ഒരു മുട്ട തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലുള്ള സാധനം ഇതൊക്കെയായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ തീർന്നിരുന്നു, അപ്പോൾ ഉള്ളത് ഇതൊക്കെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ വെയിലത്ത് കടയിൽ പോകാൻ വയ്യാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ അത് ഒടിഞ്ഞു പോയി കേട്ടോ. പിന്നെ അത് ഞാൻ മാറ്റി. അത് കഴിഞ്ഞ് വേറെ ഇതെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇതിന് സവാള ഇല്ലായിരുന്നു. സവാള നമ്മൾ ഓൾറെഡി മറ്റേനെടുത്തല്ലോ, അപ്പോൾ തീർന്നു പോയിരുന്നു. അപ്പോൾ ഞാൻ തക്കാളി മാത്രം ഇട്ടാണ് ചെയ്തത്. എന്നിട്ട് 3 മുട്ടയാണ് എടുത്തത്. മുട്ടയെടുത്ത് ചിക്കി എടുത്തിരുന്നു. മുട്ട അറിയാമല്ലോ, മുട്ട തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ആദ്യം എളുപ്പ വഴിക്ക് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി. അതിന് ശേഷം ഞാൻ പാവയ്ക്ക മെഴുക്ക് പുരട്ടി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുള്ള സാധനം വെച്ചിട്ട്. അന്നേരം ഇതില്ല ഇന്നതില്ല എന്ന് പറഞ്ഞിരിക്കണ്ടല്ലോ, ഉള്ളത് അപ്പം എന്താണ് ഉള്ളതുപോലെ ഓണമെന്ന് പറയുന്ന പോലെ ഞാൻ അന്നേരം ഉള്ള സാധനങ്ങൾ വെച്ച് ഉപയോഗിച്ചു തുടങ്ങി. എല്ലാം ടേസ്റ്റ് ഉണ്ടാവും, നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മുട്ടത്തോരനാക്കി. അധികം മീനും ഇറച്ചിയൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് മുട്ടത്തോരനാക്കി. അങ്ങനെ വന്നപ്പോഴാണ് ചൈത്രക്കുട്ടി അങ്ങോട്ട് വന്ന് എന്തെങ്കിലും സഹായം വേണോ അമ്മേ, ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും വേണ്ട. കാരണം പുള്ളിക്കാരി ഇന്നലെ ചെറുതായിട്ടൊന്ന് താഴെ വീണു. നടുവിനില്ല, ബാക്കിലായിട്ട് ചെറുതായിട്ടൊരു വേദനയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതലൊന്നും ചെയ്യണ്ട, മറ്റേ അവൾ പാത്രം കഴുകിത്തരികയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവളങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ തത്തി നിൽക്കും. ഇങ്ങനെ അടുക്കള വന്ന് ഇങ്ങനെ നിൽക്കാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും ഉണ്ടോ, അരിയണോ എന്നൊക്കെ ചോദിച്ച് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കി. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവളുടെ ഇഷ്ടമല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. അപ്പോൾ തേങ്ങ ഇരിക്കുന്ന അമ്മ ചമ്മന്തി അരച്ച് തരുമെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എൻ്റെ പ്ലാനിലുണ്ടായിരുന്നു കേട്ടോ, ചമ്മന്തി ഉണ്ടായിരുന്നു. പക്ഷേ അത് സാറാ ചമ്മന്തിക്ക് മാങ്ങയില്ലായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നെ പുള്ളിക്കാരിക്ക് ചെറിയൊരു വിശപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തപ്പുകയാണ് ബിസ്ക്കറ്റോ വല്ലതും ഉണ്ടോ എന്നൊക്കെ. പിന്നെ എനിക്ക് അത്രയും ഹൈറ്റ് എത്തിയെന്നൊക്കെ അറിയണ്ടേ, അതിൻ്റെ ചെക്കിങ് കൂടാന്ന് എനിക്ക് മനസ്സിലായി.
അത് കഴിഞ്ഞ് മുട്ടത്തോരൻ റെഡിയായിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി, മുട്ടത്തോരൻ റെഡിയായി. ഒരു തവയിൽ തന്നെയാണ് ഇത് ഞാൻ ചെയ്തത് കേട്ടോ. അത് മാറ്റി വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് അടുത്ത എടുത്തു. ഇത് എന്താണെന്നറിയാമോ, ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മുടെ ചമ്മന്തി. തേങ്ങ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, കൊട്ടത്തേങ്ങയായിരുന്നു. അത് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തായിരുന്നു. തിരുമേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി വറ്റൽ മുളകും കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വഴറ്റിയിട്ട് ഞാൻ ഈ തേങ്ങയും കൂടി ഇട്ടൊന്ന് വറുത്തെടുത്തു. ഇത് ബ്രൗൺ കളറാവുന്നതാണ് വരെ വറുത്തെടുത്തു കേട്ടോ. വറുത്തെടുത്തിട്ട് ഞാൻ എന്താ ഉണ്ടാക്കിയെന്നറിയാമോ, നമ്മുടെ ചമ്മന്തി. എളുപ്പമായില്ലേ? അപ്പോൾ ചമ്മന്തി അത് വറുത്തെടുത്തിട്ട് മിക്സിയിലേക്ക് മാറ്റി അത് അരച്ചെടുത്തു. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർക്കും കേട്ടോ. ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം മുട്ടത്തോരനായി, നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടിയായി, ചമ്മന്തിയായി, പിന്നീട് ഇച്ചിരി തൈരുണ്ടായിരുന്നു, പിന്നെ മാങ്ങാച്ചാറുണ്ടെന്ന്. അങ്ങനെ 5 കൂട്ടാൻ ഇന്നുണ്ട്. ഉള്ളത് കൊണ്ട് 5 കറികളുണ്ടാക്കി. എളുപ്പം 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്താൽ പറ്റുന്ന കറികളാണ്. സാധാരണക്കാർക്കെന്ന് മാത്രമല്ല, എളുപ്പം ചെയ്യാനും പറ്റുന്ന കറികളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.